നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂരിൽ മെഗാ തൊഴിൽ മേള 21-ന് ലക്ഷ്യം 5000 പേർക്ക് ജോലി ലഭ്യമാക്കുക. 10,000 ഉദ്യോഗാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാൻ സൌകര്യമൊരുക്കിയതായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഒപ്പം ജർമ്മനിയിലേക്ക് 1050 നഴ്സുമാരുടെ ഒഴിവിലേക്കും റിക്രൂട്ട്മെന്റ്. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളാണ് കോഫി ഹൌസുകളെന്ന് ജില്ലാ ജഡ്ജ്. ഗ്യാരണ്ടിയുള്ള ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത്, വിശ്വസിച്ചു തന്നെ കഴിക്കാം. പരാമർശം ജില്ലാ കോടതി പുതിയ ക്യാന്റീൻ ഉദ്ഘാടന വേളയിൽ. കോടതി ക്യാന്റീനായി കോഫി ഹൌസ് ശാഖ ഇന്നു മുതൽ പ്രവർത്തിക്കും. കേരളത്തിലെ കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമെൻ അസോസിയേഷൻ ആവശ്യം. കേരള തീരത്ത് 2 കപ്പൽ അപകടങ്ങൾ നടന്ന സാഹചര്യത്തിൽ സർക്കാർ അവഗണന നിർത്തണമെന്നും അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. 5000 പേർക്ക് ജോലി ലക്ഷ്യവുമായി തൊഴിൽ മേള. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതും സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂൺ 21-ന് നടക്കുന്ന മെഗാ ജോബ് ഫെയർ സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ തൊഴിൽ മേളയിലൂടെ ചുരുങ്ങിയത് 5000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 10,000 ഉദ്യോഗാർത്ഥികളെ വരെ പങ്കെടുപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും യുവാക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഇവിടെ നേതൃത്വത്തിൽ കളക്ടർ ചേർന്ന പരിപാടി 50,000 കമ്പനികൾ പങ്കെടുക്കുകയും 5000-ലധികം തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആവശ്യമായ തൊഴിലന്വേഷകരെ കണ്ടെത്താനുള്ള പ്രവർത്തനം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നടത്തി വരികയുമാണ്. അപ്പോൾ 5000-ലധികം തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് തൊഴിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അതിലുള്ള അവസരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതിന് ഒരു പ്രോത്സാഹനം പിന്തുണ കൂടി നൽകുക എന്നുള്ളതാണ്. ബിരുദധാരികളായിട്ടുള്ള നിരവധി ചെറുപ്പക്കാരൻ നമ്മുടെ ജില്ലയിൽ തന്നെ. പക്ഷെ അവരെല്ലാം തന്നെ ഞങ്ങളെയൊക്കെ സമീപിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന മനശ്ശേരി MLA ഞങ്ങളെ സമീപിച്ച് എന്തെങ്കിലും ജോലി വേണം സാർ, ആളുകൾ നിങ്ങളെല്ലാം ജോലി ഭാഷ എന്താണ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. അല്ല, ഇന്റർവ്യൂ കാർഡ് കിട്ടിയതാണെങ്കിൽ നമുക്കതിൽ ഇടപെടാം. പക്ഷെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇന്ന ജോലി നിങ്ങൾക്ക് പറ്റുന്നതാണ് എന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയില്ല. അതിവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ വേതനങ്ങളും അല്ലാതെയും കിട്ടുന്ന കാര്യം പറയേണ്ടത് പറഞ്ഞാൽ തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളുടെ നീണ്ട ക്യൂ ആണ്. വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ നിലവിലുണ്ടായിട്ടും യുവാക്കൾ പുറംനാടുകളിൽ സമാന ജോലികൾ തേടിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ രൂപീകരിച്ചിരിക്കുന്നതെന്ന് KV സുമേഷ് MLA വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പിന്നെ 2,40,000 വരെയുള്ള 1,00,000 മുകളിൽ 2,40,000 വരെ ഏതാണ്ട് 1,450 തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തൊഴിലന്വേഷകരുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിലെ ആപ്ലിക്കന്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടാണോ ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല വന്നിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്, മീഡിയ വഴി ഈ കാര്യങ്ങളൊന്നും എല്ലാവരും അറിഞ്ഞാൽ അവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ വലിയ സഹായകരമായിട്ട് മാറിയിരിക്കും. 31,000 തൊഴിലവസരങ്ങളുണ്ട്. ഇതെല്ലാം 21-ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കമ്പനികളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ വരികയും ഇവരെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതൊരു വലിയ അവസരമാണ്. നമ്മുടെ ജില്ലയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവസരമായിട്ടാണ് ഈ മെഗാ ജോബ് മേള വിജ്ഞാന കേരളം സംഘടിപ്പിക്കുന്നത് ഈ ജില്ലയിൽ മാറുന്നത്. കേരള നോളജ് ഇക്കണോമി മിഷന്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ വഴി മുൻകൂട്ടി അപേക്ഷിച്ചവർക്കാണ് മേളയിൽ പങ്കെടുക്കാൻ സാധിക്കുക. യോഗ്യതകൾക്കനുസരിച്ച് വിവിധ തൊഴിലവസരങ്ങൾ+2 മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന നിരവധി തൊഴിലവസരങ്ങളാണ് മേളയിലുള്ളത്. +2 യോഗ്യതയുള്ളവർക്കായി 64 വിഭാഗങ്ങളിലായി 3,200-ലധികം ഒഴിവുകളും ITI മുതലായ സാങ്കേതിക പരിശീലനം നേടിയവർക്ക് 12,838 ഒഴിവുകളും സാങ്കേതിക ഡിപ്ലോമക്കാർക്ക് 6,500-ലധികം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിരുദധാരികൾക്കും വിവിധ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കുമായി 8,000-ലധികം ഒഴിവുകളുമുണ്ട്. കൂടാതെ ജർമ്മനിയിലേക്ക് 1,050 നഴ്സുമാരുടെ ഒഴിവിലേക്കും മേളയിൽ റിക്രൂട്ട്മെന്റ് നടക്കും. മേളയോടനുബന്ധിച്ച് സാങ്കേതിക ഡിപ്ലോമക്കാർക്കായി 2,600-ലധികം ഒഴിവുകളിലേക്ക് വെർച്വൽ ജോബ് ഫെയറും സംഘടിപ്പിക്കുന്നുണ്ട്. തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 18 ഒരു ഉദ്യോഗാർത്ഥിക്ക് പരമാവധി 5 കമ്പനികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ രാവിലെ 8:30 എഞ്ചിനീയറിംഗ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം.
ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ എന്നിവ തിരിച്ച് പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കും. ഈ തൊഴിൽമേളയുടെ തുടർച്ചയായി ഓഗസ്റ്റ് മാസത്തിൽ വിദേശ തൊഴിൽമേളയും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം സുർജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തലശ്ശേരി സ്വദേശിനിയുടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത 3 പാലക്കാട് സ്വദേശികൾ അറസ്റ്റിൽ. ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത്. തലശ്ശേരി സ്വദേശിനിയുടെ 12,06,000 രൂപ തട്ടിയെടുത്ത കേസിൽ പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് റിഷാദ്, ദിലീപ്, പ്രേംകുമാർ എന്നിവരെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിയെ ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരിയെ കൊണ്ട് വിവിധ അക്കൗണ്ടുകളിലായി 12,06,000 രൂപ പല തവണകളായി നിക്ഷേപിപ്പിക്കുകയായിരുന്നു. മേൽപരാതിയിൽ പാലക്കാട് സ്വദേശിയായ റിഷാദിന്റെ അക്കൗണ്ടിലേക്ക് വന്ന 4.5 ലക്ഷം രൂപ പ്രതികൾ ചെക്ക് വഴി പിൻവലിക്കുകയും ചെയ്തു. സബ് ഇൻസ്പെക്ടർ പ്രജീഷ് TP, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജ്യോതി, ഉദ്യോഗസ്ഥരായ സുനിൽ, ഷിനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 ചരക്ക് കപ്പലിലെത്തി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുന്നു. നിലവിൽ കപ്പൽ നിയന്ത്രണ വിധേയമെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ചരക്കു കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. കപ്പലിലെ തീയണയ്ക്കാൻ ഹെലികോപ്റ്ററിൽ നിന്നും ഡ്രൈ കെമിക്കൽ പൗഡർ വിതറി. തീ കൂടുതൽ വ്യാപിക്കുന്നത് തടയുന്നതിനായി നേവിയുടെ ഹെലികോപ്റ്ററിൽ ഡ്രൈ കെമിക്കൽ പൗഡർ കപ്പലിലെ തീപിടിച്ച ഭാഗങ്ങളിൽ വിതറി. ഇതോടെ തീപിടിക്കുന്ന ഭാഗങ്ങളിലെ ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതാകും. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതും നിയന്ത്രിക്കാൻ സാധിക്കും. സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്നിവയാണ് ഡ്രൈ കെമിക്കലുകളായി ഉപയോഗിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായതിന് പിന്നാലെ ഒഴുകി നടക്കുന്ന കപ്പലിനെ നിയന്ത്രിക്കാൻ സാധിച്ചതും രക്ഷാപ്രവർത്തനത്തിലെ വലിയ ചുവടുവയ്പ്പാണ്. കപ്പലിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അതിനായി ഇന്നലെ വിദഗ്ധ സംഘം എത്തിയിരുന്നു. ഹെലികോപ്റ്ററിൽ കപ്പലിന്റെ ബോഗ് ഭാഗത്തിറങ്ങി കപ്പലിന്റെ മുൻവശത്തെ കൊളുത്തിൽ വടം കെട്ടി കോസ്റ്റ് ഗാർഡ് കപ്പലായ സമുദ്ര പ്രഹരുമായി ബന്ധിപ്പിച്ചാണ് നിയന്ത്രിക്കുന്നത്. ഇന്നും അതുതന്നെ തുടരുകയാണ്. കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായി ലഭിച്ച ശേഷം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമായിരിക്കും ഉൾക്കടലിലേക്ക് എത്തിക്കാൻ സാധിക്കുക. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാണെങ്കിലും പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഡ്രൈ കെമിക്കൽ പൗഡർ വിതറിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം കോസ്റ്റ് ഗാർഡ് ആരംഭിച്ചത്. അതേസമയം കപ്പലിൽ നിന്നും കാണാതായ ജീവനക്കാർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 4 ജീവനക്കാരെയാണ് നിലവിൽ കണ്ടെത്താനുള്ളത്. കപ്പലിൽ ആകെ 22 ജീവനക്കാർ ഉണ്ടായിരുന്നു. ഇവരിൽ പലരും അപകട സമയത്ത് സുരക്ഷാ ബോട്ടിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് വനിതാ വ്യവസായ സംരംഭകരുടെ കൺവെൻഷൻ കണ്ണൂരിൽ നടന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം ഉപജില്ലാ വ്യവസായ ഓഫീസർ ഷിനോജ് കെ ഉദ്ഘാടനം ചെയ്തു. സംരംഭക ശില്പശാലകൾ പഞ്ചായത്ത് തലത്തിൽ നടത്താറുണ്ടായിരുന്നു, ബ്ലോക്ക് തലത്തിൽ നടത്താറുണ്ട്. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് ബാങ്കേഴ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ. ഇപ്പം ഈ അടുത്ത് നമുക്കൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്താനുണ്ട്. മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഓരോ താലൂക്കിലും ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കും. നിങ്ങൾ സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭം എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. നമ്മളതിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഡേറ്റ് ഒക്കെ അറിയിക്കും. നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ അറിയിക്കാറുണ്ട്. അതിൽ പങ്കെടുക്കാം. ഇതുപോലെ ടെക്നോളജി ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചില മേഖലകളിൽ ഊന്നിയിട്ടുള്ള 1-2 ദിവസത്തെ പ്രോഗ്രാംസ്, പിന്നെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സമഗ്രമായിട്ടുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ വകുപ്പുകൾ നടത്തി വരുന്നതാണ്. പിന്നെ ഇത് കൂടാതെ കുറെ പദ്ധതികൾ പ്രധാനമായിട്ടും സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം, സംരംഭം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരും, മെഷീനറികൾ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ലോണും ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ വേണ്ടിവരും. അപ്പോൾ ബാങ്ക് ലോണിന് നമുക്ക് നിലവിൽ വ്യവസായ ലോണുകൾക്കൊക്കെ ഒരു 10% മുകളിലോ ചോടയൊക്കെ ആയിട്ട് പലിശയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് സബ്സിഡി അല്ലെങ്കിൽ പലിശ സബ്സിഡി എന്നുള്ള ഇനത്തിലുള്ള 5-6 പദ്ധതികളുണ്ട്. അസോസിയേഷൻ കണ്ണൂർ വനിതാ യൂണിറ്റ് പ്രസിഡന്റ് റഹ്മത്ത് CH അധ്യക്ഷയായി. സെക്രട്ടറി സൗമ്യ KP സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. P ഗോവിന്ദൻ, M വത്സൻ എന്നിവർ സംസാരിച്ചു. ബീന അനീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വാർത്തയിൽ ഇനി ഒരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കണ്ണൂരിൽ മെഗാ തൊഴിൽമേള 21-ന് ലക്ഷ്യം 5000 പേർക്ക് ജോലി ലഭ്യമാക്കുക. 10,000 ഉദ്യോഗാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കിയതായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഒപ്പം ജർമ്മനിയിലേക്ക് 1050 നഴ്സുമാരുടെ ഒഴിവിലേക്കും റിക്രൂട്ട്മെന്റ്.
പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളാണ് കോഫി ഹൌസുകൾ എന്ന് ജില്ലാ ജഡ്ജ് ഗ്യാരണ്ടിയുള്ള ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത്, വിശ്വസിച്ചു തന്നെ കഴിക്കാം. പരാമർശം ജില്ലാ കോടതി പുതിയ ക്യാന്റീൻ ഉദ്ഘാടന വേളയിൽ കോടതി ക്യാന്റീനായി കോഫി ഹൌസ് ശാഖ ഇന്നു മുതൽ പ്രവർത്തിക്കും. കേരളത്തിലെ കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമെൻ അസോസിയേഷൻ ആവശ്യം. കേരള തീരത്ത് 2 കപ്പൽ അപകടങ്ങൾ നടന്ന സാഹചര്യത്തിൽ സർക്കാർ അവഗണന നിർത്തണമെന്നും അസോസിയേഷൻ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത മിനിമം ഗ്യാരണ്ടിയുള്ള വിശ്വസ്ത സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ കോഫി ഹൌസുകളെന്ന് ജില്ലാ ജഡ്ജി KT നിസാർ അഹമ്മദ്. കോഫി ഹൌസുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചവരിൽ ആരിൽ നിന്നും ഇതേവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കോടതിയുടെ പുതിയ കെട്ടിടത്തിൽ കോടതി ക്യാന്റീനായി ആരംഭിച്ച ഇന്ത്യൻ കോഫി ഹൌസ് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാക്ടീസ് ആരംഭിച്ച നാൾ മുതൽ പുറമേ നിന്നുള്ള ഭക്ഷണത്തിന് കോഫി ഹൌസുകളെയാണ് ആശ്രയിച്ചിരുന്നതെന്നും ജില്ലാ ജഡ്ജി ഓർമ്മിച്ചു. ബാർ അസോസിയേഷൻ ക്യാൻറ്റീൻ ഏറ്റെടുത്ത് നടത്തുന്നത് ഇന്ത്യൻ കോഫി ഹൗസാണ്. ഇന്ത്യൻ കോഫി ഹൗസിനെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് കോഴിക്കോട് എന്നും ഉച്ചയ്ക്ക് ക്യൂ നിന്ന് ആളിരുന്ന് ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോൾ ചാടി കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചത് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ്. അന്ന് അവിടെ PK അഹമ്മദ് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഒരു കോടതിക്കടുത്തൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലം മുഴുവൻ ഉച്ചയ്ക്ക് ഭക്ഷണം തന്നത് ഇന്ത്യൻ കോഫി ഹൗസാണ്. അത് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി ഹൈക്കോടതി പോയപ്പോൾ അവിടെയും ട്രെയിനിങ് സമയത്ത് ഉച്ചയ്ക്ക് അന്നത്തെ ഡയറക്ടർ ഞങ്ങൾക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ കൊണ്ട് പോകുന്നിടത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലായിരുന്നു. അവിടുന്ന് ഇടയ്ക്കൊക്കെ ഉച്ചയ്ക്ക് സഹചോറിൻ്റെ ഇവിടെ ഒരു ഓംലെറ്റ് കൂടെ കിട്ടും. അപ്പോൾ അന്ന് മുതൽ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ നമുക്ക് നേരിട്ടറിയാം. ഒരു കാര്യം നമുക്ക് ഉറപ്പും അറിയാം, ഇതുവരെ ഇന്ത്യൻ കോഫി ഹൗസിന് ആർക്കും ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും അസുഖം വന്നതായി കേട്ടിട്ടില്ല, പരാതി കേട്ടിട്ടില്ല. അതൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സ്ഥാപനമാണ്, വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ്.
ലോയേഴ്സ് ലോഞ്ച് ഉദ്ഘാടനം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിശ്വൻ നിർവഹിച്ചു. സ്ഥാപനത്തിൽ AKGയുടെ ഫോട്ടോ അനാച്ഛാദനവും ചടങ്ങിന്റെ അധ്യക്ഷതയും സംഘം പ്രസിഡന്റ് N ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ഹരീന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K ബിന്ദു നന്ദിയും പറഞ്ഞു. ചക്കരക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ ഈദ് സുഹൃത്ത് സംഗമം കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചു. ചക്കരക്കൽ SHO MP ഷാജി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒരു 15 വർഷത്തോളമായിട്ട് ചക്കരക്കൽ ഭാഗത്ത് ഈ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളും നിർദ്ധരായ രോഗികൾക്കും അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പെടുന്ന ശാരീരിക അവസ്ഥകളും മറ്റും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് മനുഷ്യന്മാർക്ക് മനുഷ്യ മനസ്സിന് സന്തോഷിക്കാൻ പറ്റിയ ആഘോഷിക്കാൻ പറ്റിയ എല്ലാ സമയങ്ങളിലും ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, എല്ലാ സമയങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കാരുണ്യത്തിൻ്റെ ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കൂട്ടായ്മ ചക്കരക്കല്ലിലെ എല്ലാ ആൾക്കാരും, ചക്കരക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും, വ്യാപാരി വ്യവസായികളായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, സമൂഹത്തിൻ്റെ നാനാ തുറവിൽപ്പെട്ട ആൾക്കാർ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഭാഗമാക്കായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ KP അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. KP അബ്ദുൽ നസീർ സ്വാഗതം പറഞ്ഞു. കളത്തിൽ ബഷീർ ഈദ് ആശംസ നൽകി. ഡോക്ടർ KK ജനാർദ്ദനൻ, K പ്രദീപൻ, E അബ്ദുൽ സലാം, ബഷീർ മാസ്റ്റർ, വിനോദൻ മാസ്റ്റർ, KK അയ്യൂബ് തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടത്തോടെ എത്തിയ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥിനി. മട്ടന്നൂർ ഉരുവച്ചാൽ ഇടപ്പഴശ്ശി സ്വദേശി ഫാത്തിമയെയാണ് സ്കൂൾ വിട്ടുവരുമ്പോൾ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. എന്നാൽ ഫാത്തിമ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മട്ടന്നൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. മട്ടന്നൂർ തലശ്ശേരി റോഡിൽ കാനറ ബാങ്കിനു സമീപത്ത് 6 വയസ്സുകാരനായ വെമ്പടി സ്വദേശി ആദമിന്റെ കൈക്കാണ് കഴിഞ്ഞ ദിവസം കടിയേറ്റത്. പത്രവിതരണക്കാരനായ ഇല്ലമ്മൂലിയിൽ വത്സനും കടിയേറ്റിരുന്നു. മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇയാൾക്ക് കടിയേറ്റത്. 15ഓളം തെരുവുനായ്ക്കൾ ഈ പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ട്. തലശ്ശേരി കായലോട് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 4 വയസ്സുകാരനും കഴിഞ്ഞ ദിവസം കടിയേറ്റിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സലീം പറമ്പത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള തീരങ്ങളിൽ നടന്ന 2 കപ്പൽ അപകടങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ്. കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ജീവനക്കാരുടെയും ജീവഹാനി സംഭവിക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താൻ IMO, INO എന്നീ അന്താരാഷ്ട്ര ഫോറം തയ്യാറാവേണ്ടതാണ്. അതിനുവേണ്ട നടപടികൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡേഞ്ചറസ് കാർഗോയായി കണക്കാക്കുന്ന കപ്പലുകളിൽ അധിക വേതനം ഉറപ്പുവരുത്തണം. ഇത് സംബന്ധിച്ച് 2016 പാർലമെന്റ് നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയ വേതന സംഹിത ഇനിയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സംസ്ഥാനത്ത് 2000ഓളം അവശരായി വിരമിച്ച കപ്പൽ ജീവനക്കാരുമുണ്ട്. അവർക്ക് 1 രൂപ പോലും പെൻഷനോ ആരോഗ്യ സുരക്ഷയോ ധനസഹായമോ സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും സലീം പറഞ്ഞു. മാസം കൊച്ചി തീരത്ത് നടന്ന ആ അപകടത്തിൽ 1000 കോടിയോളം നഷ്ടമാണ് പറയുന്നത്. 800 കോടിയുടെ പ്രൊഡക്റ്റും 200 കോടിയോളം കപ്പലിൻ്റെ വിലയും. ഇത് മുഴുവൻ ഇൻഷുറൻസ് അവർക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് ഈ അവിടെ തൊഴിൽ ചെയ്തു വന്നിരുന്ന സീമന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇന്നലെ ഞങ്ങളുടെ ഓൾ കേരള സീമൻ അസോസിയേഷൻ്റെ പ്രതിനിധികൾ മംഗലാപുരത്ത് ഹോട്ടലിൽ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരെ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവർ രാവിലെ തന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ള അറിയാൻ കഴിഞ്ഞത്. അവിടെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് 2 പേര് ICUവിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആ മനുഷ്യന്മാർക്കുള്ള നഷ്ടങ്ങളാണ്. അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ യാതൊരു പോംവഴിയും ഇല്ല. അവരുടെ ക്ഷേമത്തിനോ അവരുടെ ജീവിതത്തിൽ നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനോ സർക്കാരിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നത്. കപ്പൽ ജീവനക്കാർക്ക് മാത്രമാണ് ഇത് വിഷയം ബാധിക്കുന്നത്. ഒരു സർക്കാരിന് ബാധിക്കുന്നതിനേക്കാൾ അധികം, അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ബാധിക്കുന്നതിനേക്കാൾ അധികം
കാരണം കേരളത്തിൻ്റെ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില ഈ കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ബോൾസാണ്. ആ പ്ലാസ്റ്റിക് ബോൾസ് മീൻ കഴിക്കുകയാണെങ്കിൽ മീനിന് ദോഷമുണ്ട്. പക്ഷേ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വലിയ തോതിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ യാതൊരു വിഷയങ്ങളും വരുന്നില്ല. കാരണം അത് ആമാശയത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്ലാസ്റ്റിക്കിന്, മീനിന്. ആ ആമാശയത്തിൽ തന്നെ ഉണ്ടാവും. നമ്മൾ മീൻ കഴിക്കുമ്പോൾ ആമാശയം എടുത്ത് മാറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. സംസ്ഥാനത്തെ 48,000-ഓളം വരുന്ന കപ്പൽ ജീവനക്കാരാണ് വിദേശ സ്വദേശ കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്നത്. ഇവരുടെ ക്ഷേമത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സലീം ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ CK പുരുഷോത്തമൻ, ഷമീം അഹമ്മദ് എന്നിവരും പങ്കെടുത്തു. മഴക്കാലമായതോടെ പാമ്പുകൾ സുരക്ഷിത ഇടമായി കാണുന്നത് വാഹനങ്ങളെ, പ്രത്യേകിച്ച് സ്കൂട്ടറുകളെ. കണ്ണൂരിൽ ഓടിക്കൊണ്ടിരിക്കെ സ്കൂട്ടറിൽ പാമ്പുകളെ കണ്ടെത്തുന്നത് പതിവാകുന്നു. പ്രത്യേകിച്ച് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് വാഹനങ്ങളിൽ കണ്ടെത്തുന്നത്. പൊതുവാച്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ കണ്ടെത്തിയത് പെരുമ്പാമ്പിനെയാണ്. കണ്ണൂർ അഴീക്കോട് സ്കൂട്ടറിനുള്ളിലും ഒളിച്ചു കഴിഞ്ഞത് പെരുമ്പാമ്പ് തന്നെ. ഓട്ടത്തിനിടയിലാണ് പലരും വാഹനങ്ങളിൽ കയറി കൂടിയ പാമ്പിനെ കാണുന്നത്. പിന്നീട് റെസ്ക്യൂ ടീമിനെ വിളിച്ച് പാമ്പിനെ വാഹനങ്ങളിൽ നിന്നെടുത്ത് സുരക്ഷിതമായി വനമേഖലയിൽ തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ്, ബ്രേക്ക് എന്നിവിടങ്ങളാണ് പലപ്പോഴും പാമ്പ് കയറി പറ്റുന്നത്. ഇതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി രാജേഷ് പൈലറ്റിന്റെ 25ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് തെരുവിൽ കഴിയുന്നവർക്ക് തണുപ്പിനൊരു പുതപ്പ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. രാജേഷ് പൈലറ്റ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. പ്രസിഡന്റ് CH ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി സെക്രട്ടറി K സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റൈജു ജെയ്സൺ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ അലവിൽ, കണ്ണൂർ മണ്ഡലം UDF ചെയർമാൻ അമർനാഥ് എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. ട്രഷറർ ധർമ്മജൻ, CKM രാജീവൻ, പ്രദീപൻ കൂക്കിരി, മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹി യഹിയ, രമാവതി, ഹബ്സീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,100 രൂപ, പവന് 72,800, വെള്ളി 119 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ മെഗാ തൊഴിൽ മേള 21-ന് ലക്ഷ്യം 5,000 പേർക്ക് ജോലി ലഭ്യമാക്കുക. 10,000 ഉദ്യോഗാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കിയതായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഒപ്പം ജർമ്മനിയിലേക്ക് 1,050 നഴ്സുമാരുടെ ഒഴിവിലേക്കും റിക്രൂട്ട്മെന്റ്. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളാണ് കോഫി ഹൌസുകളെന്ന് ജില്ലാ ജഡ്ജ്. ഗ്യാരണ്ടിയുള്ള ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത്, വിശ്വസിച്ചു തന്നെ കഴിക്കാം. പരാമർശം ജില്ലാ കോടതി പുതിയ ക്യാന്റീൻ ഉദ്ഘാടന വേളയിൽ. കോടതി ക്യാന്റീനായി കോഫി ഹൌസ് ശാഖ ഇന്നു മുതൽ പ്രവർത്തിക്കും. കേരളത്തിലെ കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമെൻ അസോസിയേഷൻ ആവശ്യം. കേരള തീരത്ത് 2 കപ്പൽ അപകടങ്ങൾ നടന്ന സാഹചര്യത്തിൽ സർക്കാർ അവഗണന നിർത്തണമെന്നും അസോസിയേഷൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.